കേരള എന്ന പേരിനെ ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം നൽകിയതിന് പിന്നാലെ രാജ്യതലത്തിൽ പേരുമാറ്റ ചർച്ചകൾ വീണ്ടും ചൂടേറിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ പേര് മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ചാന്ദിനി ചൗക്ക് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന BJP MP പ്രവീൺ ഖന്തൽവാലാണ് പുതിയ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ച് ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥം എന്നാക്കി മാറ്റുന്നതിനുള്ള ഔദ്യോഗിക നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. MP-യുടെ വാദമനുസരിച്ച് മഹാഭാരതത്തിൽ യമുന നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന പാണ്ഡവർ സ്ഥാപിച്ച നഗരമായ ഇന്ദ്രപ്രസ്ഥവും ഇന്നത്തെ ഡൽഹിയും തമ്മിൽ ശക്തമായ ഭൗഗോള സാമ്യമുണ്ട്. ഡൽഹിയിലെ പുരാന കില പ്രദേശത്ത് പുരാവസ്തു വകുപ്പ് നടത്തിയ ഖനനത്തിൽ പുരാതന നഗരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും ഈ വാദത്തിന് കൂടുതൽ ബലം നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിന്റെ സാംസ്കാരിക ചരിത്ര പ്രാധാന്യം രാജ്യതലസ്ഥാനത്തിന്റെ പേരിൽ പ്രതിഫലിക്കണമെന്നതാണ് MP-യുടെ നിലപാട്. ഡൽഹി എന്ന പേര് മധ്യകാലഘട്ടത്തിൽ നിലവിൽ വന്നതാണെന്നും അതിലൂടെ നഗരത്തിന്റെ സമ്പൂർണ്ണ ചരിത്ര പൈതൃകം പ്രതിനിധീകരിക്കപ്പെടുന്നില്ലെന്നും ഖന്തൽവാൽ വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ സമ്പൂർണ്ണ വീണ്ടെടുപ്പിന് ഇന്ദ്രപ്രസ്ഥം എന്ന പേരിലേക്കുള്ള മാറ്റം അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഈ ആവശ്യത്തിന് മുൻപും സമാനമായ പിന്തുണ ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷം വിശ്വ ഹിന്ദു പരിഷത്തും ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥം എന്നാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. BJP MP ഇപ്പോൾ ഉന്നയിക്കുന്ന കാരണങ്ങളോട് സാമ്യമുള്ള വാദങ്ങളാണ് അന്നും സംഘടന മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം BJP അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്ത് നിരവധി സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റിയ പശ്ചാത്തലവും ഈ ചർച്ചയ്ക്ക് ഊർജം പകരുന്നു. ഒറീസയെ ഒഡീഷയായി പുനർനാമകരണം ചെയ്തത് ഇതിന് പ്രധാന ഉദാഹരണമാണ്. 2011 ഒറീസ എന്ന പേര് ഭരണഘടനാപരമായി ഒഡീഷയാക്കി മാറ്റിയത്. കേരളത്തിന്റെ പേരുമാറ്റം രാഷ്ട്രീയ തലത്തിലും ശക്തമായ പ്രതികരണങ്ങൾക്ക് ഇടയാക്കി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ തീരുമാനത്തെ കേരള ജനതയുടെ വിജയമെന്നായി വിശേഷിപ്പിച്ചു. അതേസമയം ബംഗാളിന്റെ പേര് ബംഗ്ല എന്നാക്കി മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെന്നും ഇത് ബംഗാൾ വിരുദ്ധ സമീപനമാണെന്നും മമത ആരോപിച്ചു. കേരളത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി നിലനിന്നിരുന്ന ഉച്ചാരണ വ്യത്യാസങ്ങളും ഭരണഘടനാപരമായ ആശയക്കുഴപ്പങ്ങളുമാണ് പേരുമാറ്റത്തിനുള്ള അടിസ്ഥാന കാരണം. കേരള, കേരൾ തുടങ്ങിയ വ്യത്യസ്ത രൂപങ്ങളിലാണ് വിവിധ ഭാഷകളിൽ സംസ്ഥാനത്തിന്റെ പേര് ഉപയോഗിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയിലെ എല്ലാ അംഗീകൃത ഭാഷകളിലും കേരളം എന്ന പേരായി ഏകീകരിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. കേന്ദ്രമന്ത്രിസഭ ഇത് അംഗീകരിച്ചതോടെ ബിൽ രാഷ്ട്രപതിക്ക് കൈമാറും. തുടർന്ന് രാഷ്ട്രപതി ബില്ല് കേരള നിയമസഭയ്ക്ക് അയക്കും. നിയമസഭയുടെ മറുപടി ലഭിച്ച ശേഷം പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കപ്പെടും. പേരുമാറ്റ തീരുമാനത്തിന് പിന്നാലെ കേരളത്തിലുള്ളവരെ ഇനി എന്ത് വിളിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിട്ടുണ്ട്. എന്നാൽ ഇത്തരം ചർച്ചകൾക്ക് യഥാർത്ഥ അടിസ്ഥാനമില്ലെന്നും മലയാളി എന്ന തിരിച്ചറിയലിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നുമാണ് പൊതുവെയുള്ള പ്രതികരണം. ഇതൊക്കെയായി കേരളത്തിന്റെ പേരുമാറ്റം ഒരു സംസ്ഥാനതല തീരുമാനമായി മാത്രമല്ല, രാജ്യവ്യാപകമായി ചരിത്രം, സംസ്കാരം, രാഷ്ട്രീയം എന്നിവയെ ചേർത്തിണക്കുന്ന പുതിയ സംവാദങ്ങൾക്ക് തുടക്കമിട്ട സംഭവമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.